ഡോക്ടറെ ഈ സമൂഹത്തിൻ്റെ പോക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചില ആൾക്കാർ പൊട്ടാൻ പോകുന്നൊരു ബബിള് പോലെ കേരളം പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന അപകടപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു പരാജയമോ ദൗർബല്യമോ അല്ല. അതിന് ഒരു മാനസികവും സാമൂഹികവുമായ ഒരു തലം കൂടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിപരമായ ദൗർബല്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. കാര്യം ഒരാൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് സമൂഹത്തിൻ്റെ സ്വാധീനവും സമ്മർദ്ദവും കൊണ്ടാണ്. നമ്മൾ ഇന്നിവിടെ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രഷറുണ്ട്. അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കേരളം പോലെ സാമൂഹ്യമായിട്ട് ഇത്രയും ഉന്നതിയിലുള്ള ഒരു സംസ്ഥാനത്ത് ആത്മഹത്യകൾ പെരുകുന്നു എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. ഇതിൽ എങ്ങനെ ഈ ഒരു വ്യക്തിയെ ആ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന സാമൂഹിക സമ്മർദ്ദം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതും ലഘൂകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ നഗരവൽക്കരണം ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ അത് ആളുകളെ അവനവനിലേക്ക് ചുരുങ്ങാനായിട്ടുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഷെയറിങ് നടക്കുന്നില്ല, ആരും അറിയുന്നില്ല. വേറെ രണ്ട് അപകടം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരുടെയും വിജയങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മീഡിയ ആണെങ്കിലും സമൂഹമാണെങ്കിലും വിജയങ്ങളാണ് ആഘോഷിക്കുന്നത്. പക്ഷെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ 9 പരാജിതനുണ്ടാകും. അപ്പോൾ ഈ പരാജിതനുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് വിജയികൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ പരാജിതനാണെങ്കിൽ ഞാൻ ജീവിക്കാൻ അർഹനല്ല. അപ്പോൾ പരാജയവും ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ളൊരു സന്ദേശം നമ്മൾ വ്യാപിപ്പിക്കുന്നില്ല. പിന്നെ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രവണത, അത് അറിഞ്ഞോ അറിയാതോ കുടുംബങ്ങളിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, മാധ്യമങ്ങളിൽ നിന്നാകാം. ഈ മത്സര പരീക്ഷ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, സമ്പത്ത് സമ്പാദിക്കുന്നതായിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഒരു താരതമ്യവും ഒരു മത്സരവും. അപ്പോൾ അതിൽ ഞാൻ പുറകിലാണെങ്കിൽ അത് എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും, എന്നെ നിരാശനാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു മറുപടി കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ കുടുംബമാകാം, സ്കൂളുകളോ കോളേജുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളാകാം, മാധ്യമങ്ങളാകാം, ഈവൻ മതങ്ങൾക്ക് ഒരു റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.